ആദ്യം നമ്മൾ സി വാലറ്റിലേക്ക് USDT സെൻഡ് ചെയ്യണം. സി വാലറ്റ് പേര് മാത്രമേ ഉള്ളൂ, ഇതൊരു എക്സ്ചേഞ്ച് മാതിരിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ USDT കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ സ്വാപ്പ് ചെയ്ത് എത്താക്കും. അതിനവിടെ സ്വാപ്പിംഗ് ഫീ ഇല്ല. അപ്പോൾ എത്താക്കിയ ശേഷം അത് നമ്മൾ ERC20 നെറ്റ്വർക്കിൽ മെറ്റാമാസ്കിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ 0.1 ആണ് അതിൻ്റെ ഗ്യാസ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ERC20 ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് എത്തിന് പകരം നമ്മൾ എത്ര USDT ആണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളവിടെ മാറ്റൊരു USDT കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇൻക്ലൂഡ് ഫീ എക്സ്ക്ലൂഡ് ഫീ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ഫീ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ ഗ്യാസ് ഫീയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഞാൻ എൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി 0.1 പകരം 0.11 കൊടുക്കുന്നു. ഞാൻ സെൻഡ് അടിക്കുന്നു. സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ 0.11 0.1 അവിടെ ഗ്യാസ് ഫീ ആയിട്ട് പോകും. പിന്നെ 0.01 എനിക്ക് അവിടെ മെറ്റാമാസ്കിൽ റിസീവ് ആകും. ഞാനൊരു 10 വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ആകെ ചിലവെന്ന് പറയുന്നത് $1 എനിക്ക് അവിടെ 0.1 റിസീവ് ആവുകയും ചെയ്യും. അതായത് $1.1 USDTയിൽ എനിക്ക് $1 ഗ്യാസ് ഫീ ആയിട്ട് പോകും. 0.1 എനിക്ക് അവിടെ റിസീവ് ആവുകയും ചെയ്യും. എൻ്റെ 10 ടൈംസ് എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആവുകയും ചെയ്യും.